കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. നമസ്കാരം. കേരളത്തിന്റെ ജനകീയ കലയായ കഥാപ്രസംഗത്തിന് 100 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ കഥാപ്രസംഗ കലയുടെ ചരിത്രം ചെറിയ ചെറിയ എപ്പിസോഡുകളായി നവമാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് വടക്കൻ പറവൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെടാമംഗലം സദാനന്ദൻ സ്മാരക കലാ സാംസ്കാരിക വേദി. ഇതിനു മുൻപും പലരും ഈ കലയുടെ ചരിത്രം രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, യാതൊരു പക്ഷഭേദവുമില്ലാതെ, യാതൊരു മുൻവിധികളുമില്ലാതെ, പ്രത്യേക പരിഗണനകളില്ലാതെ ഈ കലയുടെ ചരിത്രത്തിൽ ചെറിയ സംഭാവനകൾ പോലും ചെയ്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് രേഖപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. എന്നിരുന്നാലും ചില വിട്ടുപോകലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ കഥാപ്രസംഗ ആസ്വാദകരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധയോടെ കാണണം, കേൾക്കണം, വിലയിരുത്തണം, ഞങ്ങളുടെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ആമുഖമായി ഇത്രമാത്രം. ഇനി കഥാപ്രസംഗ കാലത്തിലേക്ക്. കഥ പറയുന്ന കല, അല്ലെങ്കിൽ കഥ പറയാൻ കഴിയുന്ന കല ഒരത്ഭുത സിദ്ധിയാണ്. മനുഷ്യാവിർഭാവം മുതൽ ഈ കല മനുഷ്യനോടൊപ്പം തന്നെയുണ്ട്. ആദികാവ്യമായ രാമായണവും ലോകേതിഹാസങ്ങളിൽ അതിബൃഹത്തായ മഹാഭാരതവുമൊക്കെ പറഞ്ഞു പറഞ്ഞു കേട്ട കഥകളാണ്. ആദ്യകാല ക്രൈസ്തവ, ബൗദ്ധ, ഇസ്ലാമിക യവന ചരിതങ്ങളും അപ്രകാരം തന്നെ. ആര്യന്മാരുടെ യാഗവേദികളാണ് കഥാകഥനങ്ങളുടെ ആദിമ ഉറവിടങ്ങൾ. ചരിത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ ലോകത്ത് വിവിധ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കഥ പറച്ചിൽ രീതി പ്രചരിച്ചിരുന്നതായി കാണാം. ചോക്ക് സർക്കിൾ എന്ന പേരിൽ പുരാതന ചൈനയിൽ ഒരു കഥ പറച്ചിൽ രീതി ഉണ്ടായിരുന്നു. ഗ്രീസിൽ അത് ഹോമർ എന്ന പേരിലായിരുന്നു. കഥ പറയുന്ന കല വളരെ പണ്ട് മുതൽക്കു തന്നെ ഭാരതത്തിൽ പ്രചുര പ്രചാരം നേടിയിരുന്നു. പല ദേശത്തും പല പേരുകളിലാണ് ഈ കല അറിയപ്പെട്ടിരുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം പരമഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീമദാനന്ദതീർത്ഥ ഭഗവത്പാദാചാര്യേഭ്യോ നമഃ. നമഃ ശ്രീപാദരാജായ. നമസ്തേ വ്യാസയോഗിനേ. നമഃ പുരന്ദരാര്യായ വിജയാര്യായ തേ നമഃ. കർണാടകത്തിൽ ഹരികഥ, തമിഴിലും ഹരികഥ, തെലുങ്കിൽ കഥ, മഹാരാഷ്ട്രയിൽ കീർത്തൻ, ബംഗാളിൽ
സങ്കീർത്തനം, അങ്ങനെ വിവിധ ദേശങ്ങളിൽ വിവിധ രീതികളിൽ ഇത് അറിയപ്പെട്ടിരുന്നു. ಆರೋಗ್ಯ ಐಶ್ವರ್ಯವನ್ನು ವೃದ್ಧಿಸಲಿ ಅಂತ ಬೇಡಿಕೊಳ್ತಾ ಇವತ್ತಿನ ಹರಿಕಥೆಯತ್ತ ಪಾದಾರ್ಪಣೆ ಮಾಡೋಣ. ತಾಂಡವಲೋಲ ಈಶಾ ರುಂಡಮಾಲಧರ ಈಶಾ നമ്മുടെ കേരളത്തിലും ഇത്തരം ചില കഥാകഥന കലകൾ നിലനിന്നിരുന്നു. പാഠകം, കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ, കഥകളി എന്നിവ അത്തരത്തിൽ ചിലതായിരുന്നു. ഇവയൊക്കെ തന്നെ ആഢ്യകലകളായി മഹാക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടുകൾക്കകത്താണ് അരങ്ങേറിയിരുന്നത്. അങ്ങനെയാണ് സാധാരണക്കാരുടെ കലാഭിരുചിയെ തൃപ്തിപ്പെടുത്തുവാനായി കഥാപ്രസംഗം എന്ന ജനകീയ കല ജന്മമെടുത്തത്. കഥാപ്രസംഗകലയുടെ പൂർവ്വരൂപമായിരുന്നു ഹരികഥാ കാലക്ഷേപം. സംഗീത പ്രധാനമായും ആഖ്യാന പ്രധാനമായിരുന്ന ഹരികഥാ കാലക്ഷേപത്തിന്റെ ഉള്ളടക്കം പുരാണ പ്രധാനമായ കഥകളായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആധ്യാത്മികമായി ഉത്തേജിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായ ഏകോപനം ഹരികഥാ കാലക്ഷേപത്തിൽ ഉണ്ടായിരുന്നില്ല. പഞ്ചപതി, കീർത്തനം, സ്തോത്രം, കഥാവതരണം എന്നീ രൂപവും ഗഞ്ചിറ, മോർശംഖ്, പിൻപാട്ട് എന്നിങ്ങനെയുള്ള പശ്ചാത്തലവുമാണ് ഹരികഥാ കാലക്ഷേപത്തിന് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ സ്വാതി തിരുനാൾ സുകുമാര കലകളുടെ സംരക്ഷകനായിരുന്നല്ലോ. പരമപുരുഷ ജഗദീശ്വര ജയ ജയ പരമപുരുഷ ജഗദീശ്വര ജയ ജയ പങ്കജനാഭ മുരാരേ. ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ തിരുവടികൾ നീണാൾ വാഴട്ടെ. വരണം വരണം മേരുസ്വാമി. തഞ്ചാവൂരിൽ നിന്നും നമ്മുടെ വിദ്വൽ സദസ്സിലേക്ക് അങ്ങെത്തിച്ചേരുമ്പോൾ നാം ഏറെ സന്തുഷ്ടനാണ്. അങ്ങയുടെ സംഗീത പാഠവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. നന്ദി തിരുമനസ്. തഞ്ചാവൂരിലും തമിഴ്നാട്ടിലും ഉത്തരദേശത്തും വളരെ പ്രചാരം നേടിയ ഒരു കലയുണ്ടല്ലോ. ഉവ്വ് തിരുമനസ്, ഹരികഥാ കാലക്ഷേപം. ഒരിക്കൽ നാം അത് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലും പ്രചരിപ്പിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനനുയോജ്യമായ വിധത്തിൽ ശ്ലോകങ്ങളും പദങ്ങളും ഇടകലർത്തി അഷ്ടപതിയുടെയും ആട്ടക്കഥയുടെയും മാതൃകയിൽ 2 കൃതികൾ നാം രചിച്ചിട്ടുണ്ട്. അജമിളാമോക്ഷവും കുചേലോപാഖ്യാനവും. അത് ഹരികഥാരൂപത്തിൽ അവതരിപ്പിക്കണം. അങ്ങയുടെ ആഗ്രഹം പോലെ, അങ്ങയുടെ കൽപ്പന പോലെ. അങ്ങനെ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിൽ ഹരികഥാ കാലക്ഷേപത്തിന് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് മേരുസ്വാമി 1843 ഫെബ്രുവരിയിൽ രാജസന്നിധിയിൽ കുചേലോപാഖ്യാനം ഹരികഥയായി അവതരിപ്പിച്ചു. മലയാളത്തിലെ ആദ്യ ഹരികഥാകാരൻ ശ്രീ കൃഷ്ണപുരം രാഘവൻ പിള്ളയാണെന്ന് പണ്ഡിതമതം. ആദ്യ ഹരികഥ ശ്രീഭൂതനാഥ ചരിതം. CI ഗോപാലപിള്ളയും ഈ രംഗത്ത് അദ്വിതീയനായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും ഹരികഥാരംഗത്ത് പ്രശോഭിച്ചിരുന്നു. അക്കൂട്ടത്തിൽ പ്രഥമ ഗണനീയയാണ് ചേർത്തല ഭവാനിയമ്മ. കഥാപ്രസംഗം രൂപം കൊണ്ടത് ഹരികഥയിൽ നിന്നല്ല എന്ന് പുതിയ കാലത്തെ ചില പഠിതാക്കൾ, ഗവേഷകർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ KK വാദ്യാരെ പോലെയുള്ള പണ്ഡിതന്മാർ ഹരികഥയിൽ നിന്ന് തന്നെയാണ് കഥാപ്രസംഗം രൂപം കൊണ്ടത് എന്ന് അടിവരയിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗ രീതി തന്നെ അതിന് ഉദാഹരണമാണ്. അതുപോലെ എൻ്റെ ഗുരുനാഥനായ ശ്രീ കെടാമംഗലം സദാനന്ദന്റെ ആദ്യകാല കഥാകഥന രീതിയും ഹരികഥയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹം പിന്നീട് നവീകരിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിലെ ആദ്യ കഥാപ്രസംഗകനും ആദ്യമായി അവതരിപ്പിച്ചത് ഹരികഥയാണല്ലോ. ഏതായാലും കഥാപ്രസംഗം എന്ന കല യാദൃശ്ചികമായി രൂപം കൊണ്ട ഒന്നല്ല. കൃത്യമായ രൂപരേഖയിലൂടെ, പദ്ധതിയിലൂടെ, വ്യക്തമായ ലക്ഷ്യത്തോടെ, ഒരുപാട് ചർച്ചകളിലൂടെ രൂപം കൊണ്ട ഒന്നാണ്. അങ്ങനെ കഥാപ്രസംഗ കലയുടെ ഉത്ഭവ കഥ
ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം.